കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരം നാടകീയമായ നീക്കങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവും അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതി വിചാരണ നേരിടുന്നയാളും നിലമ്പൂർ മണ്ഡലത്തിലെ CPM സ്വതന്ത്ര MLA-യുമായ PV അൻവർ എന്തൊക്കെയോ ബാഹ്യശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് പിണറായി സർക്കാരിനെ രക്ഷിക്കാനാണെന്ന ലേബലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമത നീക്കങ്ങൾ സർക്കാരിന് ചെറുതല്ലാത്ത അലോസരങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഷാജൻ സ്കറിയയ്ക്കെതിരെയുള്ള കേസ് ചൂണ്ടിക്കാട്ടി ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കും CPM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായി നടത്തിയ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ വേഗപ്പൂട്ടിന് വഴിപ്പെട്ടെന്ന് തോന്നിയെങ്കിലും ഇപ്പോഴിതാ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരുടെയൊക്കെയോ ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും ഏറ്റുവാങ്ങിക്കൊണ്ട് പൂർവാധികം ശക്തമായി തന്നെ മുമ്പോട്ട് നീക്കുകയാണ്. ഇത് സസൂക്ഷ്മം വീക്ഷിച്ച രാഷ്ട്രീയ നിരീക്ഷകർ ആഫ്രിക്കൻ വൻകരയിലെ അറബ് റിപ്പബ്ലിക്കൻ രാജ്യമായ ടുണീഷ്യയിൽ ഏതാനും വർഷങ്ങൾക്ക് പുറകിലുണ്ടായ മുല്ലപ്പൂ വിപ്ലവത്തിന് സമാനമായ ഒരു നീക്കത്തിനാണ് PV അൻവർ നേതൃത്വം കൊടുക്കുന്നതെന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. തൻ്റെ കച്ചവട വണ്ടി പോലീസ് പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ കാരണത്താൽ ടുണീഷ്യയിൽ തീ കൊളുത്തി മുഹമ്മദ് ബൗബീസി എന്ന കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തോടെ ഇസ്ലാമിക സഖ്യത്തിൻ്റെ ശക്തമായ മുന്നേറ്റത്തിന് കളമൊരുക്കിക്കൊണ്ട് അവിടെ നടന്ന പ്രതിഷേധ സമരങ്ങളാണ് മുല്ലപ്പൂ വിപ്ലവമെന്ന് അറിയപ്പെടുന്നത്. ടുണീഷ്യയുടെ 3 പതിറ്റാണ്ടോളം നീണ്ട ചരിത്രത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ അസ്വസ്ഥതകളുടെ നാടകീയ തരംഗമുയർത്തിയ ഈ പ്രക്ഷോഭത്തിൽ മരിച്ചത് നൂറുകണക്കിന് ആളുകളായിരുന്നു. അറബ് പ്രക്ഷോഭങ്ങളുടെ തരംഗമെന്നും വസന്തമെന്നുമൊക്കെയാണ് അവർ തന്നെ ഈ സമരത്തെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും അൻവർ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം അധികാരമെന്ന വമ്പൻ സ്രാവിനെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന് മുല്ലപ്പൂ വിപ്ലവത്തിന് സമാനമായ വിപ്ലവത്തിലൂടെ അധികാരം കൈയാളാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കുള്ളതന്ത്രമാണെന്നും തോന്നിപ്പിക്കുന്ന വിധത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വിമർശിച്ചുകൊണ്ട് മറ്റൊരു CPM സ്വതന്ത്ര MLA ആയ കാരാട്ട് റസാഖും കള്ളനാണയങ്ങളെ തുറന്നു കാട്ടാൻ പോർട്ടൽ തുടങ്ങുമെന്നും ഒക്കെ പറഞ്ഞ് ADGP-ക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ കടുത്ത വിമർശനവുമായി വിവാദ CPM സ്വതന്ത്ര MLA-യും മുൻ സിമി നേതാവുമായ KT ജലീലും അൻവറിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനു പുറമെ വലിയ മതേതര ഗീർവാണങ്ങൾ തള്ളിയാൽ പോലും ഒരേ ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരേ തൂവൽ പക്ഷികളായതിനാൽ ഒട്ടുമിക്ക ഇസ്ലാമിക സംഘടനകളും ഇവരെ പിന്തുണയ്ക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഇരട്ടച്ചങ്കനെന്നൊക്കെ അറിയപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ചങ്കുകളായിരുന്ന അൻവറും ജലീലും മലക്കം മറിഞ്ഞ് നടത്തുന്ന ഈ നീക്കങ്ങളെല്ലാം അഴിമതി നീക്കാനാണെന്നും ഭരണതലത്തെ പവിത്രീകരിക്കാനാണെന്നുമൊക്കെ തള്ളുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നിഗൂഢമായ പല ലക്ഷ്യങ്ങളും അവർക്കുണ്ടെന്നാണ് ആരോപണമുയരുന്നത്. ഇവർക്കെതിരെ കടുത്ത നടപടികൾ കൈക്കൊണ്ടാൽ അതിന് ഗുരുതരമായ തിരിച്ചടി ഉണ്ടായേക്കാമെന്നും സർക്കാരും ഭയക്കുന്നു. K. സുധാകരൻ്റെ ആരാധകരായിരുന്ന അൻവറും ജലീലും കൂട്ടരും LDF വിട്ട് UDF-ലേക്ക് പോകുമെന്നും പലരും ഭയക്കുന്നുമുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ അധികാരം കയ്യേറുന്ന തരത്തിലുള്ള ചില ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് എന്നാണ് പല രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഏകദേശം 2 കൊല്ലം മുൻപേ അതിനുവേണ്ട അടിത്തറ ശക്തിപ്പെടുത്തുന്ന മാതിരിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കരുതുന്നവരാണ് ഏറെ പേരും. ഒരു നിരോധിത സംഘടന പണ്ട് റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞ് കലാപങ്ങളുമായി രംഗത്തിറങ്ങിയതുപോലെ അധികാരം കൈയാളാനുള്ള നിഗൂഢ തന്ത്രങ്ങളെ അഴിമതി ശുദ്ധീകരണത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇവർ വമ്പൻ നീക്കങ്ങൾ നടത്തുമ്പോഴും നിസാരമായ കാര്യത്തിന് പോലും തർക്കിച്ചും സ്വരച്ചേർച്ചയോ എന്തെങ്കിലും ഒരു പൊതുവായ ലക്ഷ്യമോ ഇല്ലാതെ ദിവസേന വിഘടിച്ചും ദുർബലമായി കിതച്ചു നീങ്ങുന്ന ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സംഘടനകളും ഇനിയെങ്കിലും എല്ലാ പടല പിണക്കങ്ങളും നിർത്തിവെച്ച് ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടർ വ്യക്തമായ ലക്ഷ്യത്തോടെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കി ദീർഘകാല ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്ത് നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളും അട്ടിമറികളുമായി മുമ്പോട്ട് പോകുമ്പോൾ ക്രൈസ്തവ സമൂഹം ഇത്തരത്തിൽ അലസമായി കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണരംഗത്തും മറ്റു മേഖലകളിലും വൻ തിരിച്ചടികൾ ഏറ്റുവാങ്ങി ശിഥിലമാകുന്ന അവസ്ഥയിലായി പോകുമെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കയ്യിൽ വോട്ടെന്ന വജ്രായുധമുള്ളവനാണ് ക്രൈസ്തവരും. അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സമുദായ അംഗങ്ങളെ പരിശീലിപ്പിക്കാൻ നേതൃത്വ നിരയിൽ ഉള്ളവർ ഇനിയും വൈകിയാൽ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിപ്പോലും ഒരിക്കൽ ഞങ്ങൾക്ക് പിന്നിൽ നിന്നവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട കാലം വിദൂരത്തല്ല.
ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഭിന്നതകളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കാൻ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് കഴിയട്ടെ.